ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ പുളിങ്കറിയാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ പിന്നെ പുളിക്ക് വേണ്ടി ചേർക്കുന്നത് മാങ്ങയാണ്. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് ഇന്ന് വഴുതനങ്ങ പുളിങ്കറിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വഴുതനങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ വഴുതനങ്ങയൊക്കെ മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു രീതിക്കാണ് മുറിച്ചത്. നമ്മൾ വെള്ളരിക്കയൊക്കെ മുറിച്ചെടുക്കുന്നില്ലേ, അതുപോലെയാണ് മുറിച്ചത്. അപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് അതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാനുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ പുളിങ്കറിക്ക് ആവശ്യമായ അരപ്പിൻ്റെ സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ചുവന്ന മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടുമ്പോഴത്തേക്ക് അതിൽ പിന്നെ വീഡിയോ കട്ടായി ഗൈസ്. അപ്പോൾ അത് ഏറ്റവും ആദ്യം കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതാ ഇതിന് 2 പ്രാവശ്യമാണ് ഇട്ടത്. അപ്പോൾ 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾക്ക് ഇതാ ഇതിന് പകുതി, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടുന്നതാണ് ജീരകം. അത് നമ്മൾക്ക് 1/4 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതാ 1/4 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് വഴുതനങ്ങ പുളിങ്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇത് ഏറ്റവും ആദ്യം നമ്മൾക്കൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ വഴുതനങ്ങ പുളിങ്കറിക്ക് വേണ്ടുന്ന അരപ്പൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ വെള്ളത്തിൽ മുറിച്ചിട്ട വഴുതനങ്ങ കഷ്ണങ്ങൾ നല്ലോണം കഴുകി വാരി വൃത്തിയാക്കിയത് ഇതാ ഈ ചട്ടിയിലോട്ട് വെക്കാൻ ആവശ്യമായ ചട്ടിയിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ചേർക്കുന്നത് പുളിയല്ല, മാങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഒരു ചെറിയ മാങ്ങ എടുത്താൽ മതിയാവും ഈ ഒരു കഷ്ണത്തിന്. ഇത്ര പോരാ അളവിൻ്റെ ഇതാ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ്, പിന്നെ ഞാൻ തേങ്ങ അരക്കുന്ന സമയത്ത് ഈ 1/4 ടീസ്പൂണിൻ്റെ പകുതി മാത്രമേ ചേർത്തുള്ളൂ. അപ്പോൾ ഇതാ അതിലും കുറച്ച് കുറവായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മഞ്ഞ കളറായി കഴിഞ്ഞാൽ മഞ്ഞൾ ചുവയ്ക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ അത്രയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഉപ്പ് ഞാൻ ഏറ്റവും ആദ്യം ഇത്രയും ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ നമുക്ക് കൂടുതലായെങ്കിൽ നമുക്ക് ഒട്ടും കുറക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. വഴുതനങ്ങൾക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കാരണം അത് ഒരുപാട് വേവൊന്നും ഇല്ലാത്തൊരു പച്ചക്കറിയാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏറ്റവും ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറഞ്ഞ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ വഴുതനങ്ങ കഷ്ണം വെന്തിട്ടുണ്ട്. ഇതാ വെന്ത് ഉടച്ചെടുക്കേണ്ട, ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതിയാവും. പിന്നെ ഇനി നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു പാകത്തിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളം ആക്കണ്ട. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ കുറച്ച് ആക്കാനുണ്ട്. അപ്പോൾ ഇത് അരപ്പൊക്കെ ചേർത്തതിന് ശേഷം മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ കുറച്ച് ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ മാങ്ങയും വഴുതനങ്ങയും ഒന്നും ഉടച്ച് എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറിയൊക്കെ തിളച്ച് പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പിന്നെ കടുക്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ വറവ് റെഡി ആയിട്ടുണ്ട്. കടുക്, ഉലുവ, പിന്നെ വറ്റൽമുളക്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ പുളിങ്കറി, മാങ്ങയിട്ട വഴുതനങ്ങ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എരിവെല്ലാം ഈ ഒരു ലൈറ്റായിട്ട് ഈ പുളിങ്കറിക്ക് പാടുള്ളൂ കേട്ടോ. ഏത് പുളിങ്കറി വെക്കുന്ന സമയത്തും കുറച്ച് ലൈറ്റായിട്ടുള്ള എരിവും പുളിയാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് പുളി എരിവൊന്നും ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഈ എരിവും ഈ പുളിയെല്ലാം കറക്റ്റ് പാകത്തിനാണ് ഉള്ളത്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ വഴുതനങ്ങ പുളിങ്കറി ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.